എല്ലാ കർക്കിടകക്കൂറുകാർക്കും 1202 മലയാള വർഷഫലത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പഠനം, ജോലി, ബിസിനസ്, സമ്പത്ത്, വസ്തു, കുടുംബം, ആരോഗ്യം, പൊതുവായിട്ടുള്ള ഗുണദോഷങ്ങൾ, പരിഹാരങ്ങൾ എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. എല്ലാവരും വീഡിയോ അവസാനം വരേക്കും കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കർക്കിടകക്കൂറുകാർക്ക് പഠനവുമായി ബന്ധപ്പെട്ട് അല്പം തടസ്സങ്ങൾ ഉണ്ടാകാൻ വളരെയധികം സാധ്യത ഉള്ള വർഷമാണ്. പ്രത്യേകിച്ചും വിദേശവാസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായി വിലയിരുത്തി പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം റിസ്ക് എടുക്കുക. തടസ്സങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സ്വദേശത്താണ് എങ്കിൽ വലിയൊരു തടസ്സമോ വിഷയങ്ങളോ വരുവാൻ സാധ്യതയില്ല. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള വർഷമാണ്. 10ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 12ൽ നിൽക്കുന്നത് വിദേശവാസവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഗുണകരമായി തീരും. പ്രത്യേകിച്ചും വസ്തുവകകൾ, റിയൽ എസ്റ്റേറ്റ്, എഞ്ചിനീയറിംഗ് ഫീൽഡ്, കൺസ്ട്രക്ഷൻ, സിവിൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകും. വിദേശത്ത് ജോലി നോക്കുന്ന കർക്കിടകക്കൂറുകാർക്കും അനുകൂലമായിട്ടുള്ള കാലം തന്നെയാണ് ഈ 1202 വർഷക്കാലം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള ശത്രുക്കളുടെ തിരിച്ചടികൾ, ധനനഷ്ടം എന്നിവയ്ക്ക് സാധ്യത ഉള്ളതിനാൽ അല്പം കരുതലോടുകൂടി വേണം മുന്നോട്ട് പോകാൻ. അത്യാവശ്യം റിസ്കുകൾ കവർ ചെയ്യാൻ വേണ്ട ഇൻഷുറൻസ് മുതലായവ നമ്മൾ ശരിയായ രീതിയിൽ നിലനിർത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. സാമ്പത്തികമായി നല്ല ഒരു വർഷം തന്നെയാണ് കർക്കിടകക്കൂറുകാർക്ക്. വ്യാഴം തീർച്ചയായും ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും. അതേസമയം തന്നെ ഭാവിയിലേക്ക് ഒരു കരുതൽ എന്നുള്ള രീതിയിൽ അത്തരം സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമ്പോൾ നീക്കിവയ്ക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും ഇൻഷുറൻസ്, സേവിങ്സ് എന്നീ രീതിയിൽ അത് നീക്കിവയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. വസ്തുവകകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്തമമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് വസ്തുക്കൾ, വാഹനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് എങ്കിൽ അത് അനുകൂലമായിട്ട് വരും. അതുപോലെ തന്നെ 12ാം ഭാവത്തിൽ ഉള്ള ചൊവ്വ വസ്തുവകകൾ വളരെയധികം പെട്ടെന്ന് കൈവശത്ത് നിന്നും പോകാനുള്ള സാധ്യതയെ കാണിക്കുന്നതിനാൽ ചിലപ്പോൾ നഷ്ടസാധ്യത ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് പ്ലാൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലും പൊതുവെ വസ്തുവകകൾ വിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ നടക്കാനുള്ള ഒരു സാധ്യത ഈ വർഷം കാണുന്നുണ്ട്. ആരോഗ്യപരമായി കുറച്ച് ശ്രദ്ധിക്കേണ്ട വർഷമാണ്. പ്രത്യേകിച്ചും ജീവിതശൈലി കൊണ്ടുള്ള പ്രയാസങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ശരിയായ രീതിയിലുള്ള ഉറക്കമില്ലായ്മ, ഭക്ഷണക്രമത്തിൽ ചിട്ടയില്ലായ്മ, വ്യായാമക്കുറവ് എന്നിവയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ താളത്തെ സാരമായ രീതിയിൽ ബാധിക്കാം. അത് ആരോഗ്യത്തെയും ബാധിക്കുന്നതിനാൽ കൃത്യമായിട്ടുള്ള ദിനചര്യകൾ ക്രമീകരിച്ച് എടുക്കുന്നതിന് വളരെയധികം ശ്രമിക്കേണ്ടതാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിട്ടുള്ള വർഷം തന്നെയാണ്. വിവാഹം, സന്താനഭാഗ്യം തുടങ്ങിയവയ്ക്ക് യോഗം കാണുന്നുണ്ട്. പ്രശ്നത്തിൽ ഉള്ള കുടുംബങ്ങൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് യോജിപ്പോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകളും വളരെ അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. പൊതുവെ കർക്കിടകക്കൂറുകാർക്ക് പഠനം, സമ്പത്ത്, ബിസിനസ് എന്നീ വിഷയങ്ങളിൽ അല്പം പ്രതികൂലവും, കുടുംബം അതുപോലെ വസ്തുവകകളുമായി ബന്ധപ്പെട്ട ഗുണങ്ങൾ എന്നിവയിൽ അനുകൂലവുമാണ് കാണുന്നത്. ഇത്രയുമാണ് ഫലങ്ങളായിട്ട് പറയാനുള്ളത്.
പ്രത്യേകിച്ചും ചൊവ്വയുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങൾ ചെയ്യാം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും, സുബ്രഹ്മണ്യന് ഭസ്മാഭിഷേകം, നാഗങ്ങൾക്ക് വഴിപാട്, ശിവന് ജലധാര എന്നിവയൊക്കെ പരിഹാരങ്ങളായിട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ജപവും ധ്യാനവും ചിട്ടയായ ജീവിതക്രമവും ശീലിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഇത്രയുമാണ് കർക്കിടക കൂറുകാർക്ക് ഈ വീഡിയോയിൽ 1202 വർഷത്തെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഏവർക്കും നല്ല ഒരു വർഷം ആശംസിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.